ഗൈസ്, അങ്ങനെ ഞങ്ങൾ 3 മണി 3:30 ആ ടൈമിൽ എഴുന്നേറ്റു. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് റെഡിയായി തിരുപ്പതി പോകാൻ വേണ്ടി. ഒരു 4 മണി 4:30 ആയതിനും വണ്ടി എടുത്തു. ഇതാണ് തിരുപ്പതിയുടെ എൻട്രൻസ് വരുന്നത്. ഈ എൻട്രൻസിൽ ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കിടക്കാൻ പറ്റുള്ളൂ നമുക്കുള്ളിലേക്ക്. കുറേ നേരം ഇന്നു. ഇതാണ് തിരുപ്പതി ടെമ്പിൾ. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ അടിവാരത്താണ് നിൽക്കുന്നത്. ആ ഒരു സൈഡിലായിട്ടാണ് ചെക്കിംഗ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചെക്കിങ് ചെയ്യാൻ ഇറങ്ങി. ഇനി ഞങ്ങളുടെ ബസ് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിക്കാണ്. ഇത് അവിടുത്തെ APRTC, നമ്മുടെ KSRTC പോലത്തെ അവിടെ ആന്ധ്രയിലത്തെ APRTC. അങ്ങനെ ഇപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ APSRTCയിൽ വന്നാലും നമുക്കിവിടെ തിരുപ്പതി ഇവർ ഇതേപോലെ ഇറക്കിത്തരും. അതിനൊന്നും സീനില്ല അവിടെ. പിന്നെ കുറേ വീഡിയോസൊന്നും ഉള്ളിൽ അലൗഡ് അല്ലായിരുന്നു. നമ്മുടെ ഫോണും ചെരുപ്പൊക്കെ ഒരു സ്ഥലത്ത് നമ്മുടെ ബസ്സിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ തൊഴാൻ പോയത്. അതുകൊണ്ട് ഫൂട്ടേജസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ നമുക്ക് ഉള്ളിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്ന ആ വഴി കൂടെ പോകുമ്പോഴൊക്കെ അവിടെ വെക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ച് പോവാം. എന്നാലും അവിടെ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലൊന്നും പാടില്ല. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ തന്നെ വെച്ചു. അത് കാരണം കുറേ ഫൂട്ടേജുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്ക് കയറിയ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായില്ല. വേഗം ഒരു മണിക്കൂർ അരമണിക്കൂർ ആ ടൈമിൽ ഞങ്ങൾക്ക് തൊഴുത് വരാൻ പറ്റി. അങ്ങനെയായിരുന്നു. ചിലവർക്ക് 3-4 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മുടി വെട്ടുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആണുങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ മൊട്ടടിക്കിനെ അങ്ങനെ ചെയ്യാം. പെൺകുട്ടികൾക്ക് ഇവിടെ മുടി തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. മൊട്ടടിക്കിനെ അങ്ങനെ ചെയ്യാം. തുമ്പ് കട്ട് ചെയ്യാൻ അവിടെ ഫ്രീ ആണ്. അതെ, ഇവിടെയാണ് മുടി കട്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കുളിക്കാനും ഒക്കെ സൗകര്യമുണ്ട്, ഗേൾസിനായാലും ബോയ്സിനായാലും. അങ്ങനെ ഞങ്ങൾ തൊഴുതു. ഇപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് കയറുന്നവരുണ്ട് കേട്ടോ. ഈ സൈഡിൽ കാണുന്നവരൊക്കെ അടിവാരത്തുനിന്ന് നടന്ന് കയറുന്നവരാണ്. അങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോയി. പക്ഷെ അവിടെ ഒരു ഫുട്ടേജ് എടുക്കാൻ പറ്റില്ല. അവിടേക്ക് ഫോണേ അലോഡ് അല്ലായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നടന്ന് കയറുന്ന ആ വഴി കണ്ട. അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ടു. ഇത് ഗോൾഡൻ ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. അങ്ങനെ കണ്ടു. ഞങ്ങൾ ഒരു 4 മണി 3 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് പുറപ്പെട്ടു. ഒരു 5 മണി ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലെത്തി.